അപ്പൊ വിഷു റിലീസായി എത്തിയ വേറൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സാറ്റിസ്ഫൈയിങ് മൂവി ആയിരിക്കും ഫോർ ഷുവർ. അല്ലാത്തവർക്ക് ചില സമയത്തും അവിടെയും ഇവിടെയൊക്കെ ക്രിഞ്ച് കാര്യങ്ങളൊക്കെ തോന്നും. ഒരു 70% കാര്യങ്ങൾ ക്രിഞ്ചി ആയിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ആ ക്രിഞ്ചി ആയിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടർ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പം ഇത് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അമൃതാണ്. മനോഹരമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഫീൽ ഗുഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സോങ്സും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബീജിയംസ് എല്ലാം പക്കയാണ്. അപ്പൊ ഇതൊരു ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം എല്ലാ സ്റ്റാറും അവരുടെ റോൾ എന്തോ കിട്ടിയത്, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും അവർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസന്റെയും പ്രണവ് മോഹൻലാലിന്റെയും അവര് ആ റോളിനെ ജസ്റ്റിഫൈ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാലിനെ കഴിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിവിൻ പോളി ഉണ്ടായത്. നിവിൻ പോളി വന്നതിന് ശേഷം ഉള്ള സിനിമ വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ അത് സെൽഫ് സ്ട്രോങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിവിൻ പോളിയിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നല്ല ഹ്യൂമർ നമുക്ക് തരുന്നുണ്ട്. നെവിന്റെ ഒരു കംബാക്ക് എന്നു പറയാം. നമ്മൾ കേൾക്കുന്നതനുസരിച്ച് ഇനി അടുത്ത വീണ്ടും നിവിൻ പോളി ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്നാണ്. അപ്പം ഇതൊരു കംബാക്ക് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ ഇത് എനിക്കൊരു 2 സിനിമയായിട്ട് വേണമെങ്കിൽ കാണാം. ഇപ്പൊ ഫസ്റ്റ് തൊട്ട് ഇന്റർവെൽ ബ്ലോക്ക് വരെ ഒരു സിനിമയായിട്ടും അതിനുശേഷം ക്ലൈമാക്സും ഇന്റർവെൽ ബ്ലോക്ക് തൊട്ട് ക്ലൈമാക്സ് വരെ വേറെ സിനിമയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം രണ്ടിനും ഒരു തുടക്കമുണ്ട് അവസാനമുണ്ട്, 2 സെക്ഷനിൽ. അപ്പം അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും ഇതൊരു തിയേറ്ററിൽ ചെന്ന് കാണാൻ വേണ്ടി. സോ ഫീൽ ഗുഡ് ഇഷ്ടമുള്ളവർക്ക് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ലോ സാറേ. ഞാൻ പോകുന്ന ക്ലാസ്സിലല്ല, ഈ നാട്ടിൽ എങ്ങോട്ട്? മധുരാശിക്ക്. ഇനിയെല്ലാം തൊലഞ്ഞു പോവുള്ളൂ. താങ്ക് യു സാർ. അപ്പൊ അടുത്ത സെഗ്മെന്റിലോട്ട് പോവുകയാണ്. നമുക്ക് ഈ റിവ്യൂ പറയാൻ വേണ്ടി 3 അതിഥികൾ നമ്മുടെ ഷോയിൽ വന്നിരിക്കുകയാണ്. അവരുടെ അഭിപ്രായം ചോദിക്കാൻ. നെവിൻ പോളി ഈസ് ബാക്ക്. ഇനി നെവിൻ പോളിന്റെ ടൈം ആയിരിക്കും. എല്ലാരും പോയി കാണണം കേട്ടോ. സിനിമ പോയി കണ്ടോ? എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത് കാണണം. നെവിൻ പോളിന്റെ ആക്ടിങ് എല്ലാം ഉഗ്രമായിട്ടായിരുന്നു. അപ്പം ഇതില് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂവിയുടെ ഒരു സ്റ്റോറി കഥ തന്നെ ഒരു ക്രിഞ്ച് ഒരു രീതിയിലാണ്. കാരണം നമ്മൾ ഓൾറെഡി കണ്ടതുപോലത്തെ ഒരു ഇതാണ്. അതൊക്കെ തന്നെ. പിന്നെ അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ മ്യൂസിക് കൊള്ളാം. പിന്നെ വന്നിട്ട് ആക്ടിങ്, നെവിൻ പോളി ഇന്റർവെലിന് ശേഷം വരുന്ന നെവിൻ പോളി എന്ന് പറയുന്ന പുതിയൊരു രീതിക്കാണ് വരുന്നത്. അത് നന്നായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസന്റെ ഒക്കെ ആക്ടിങ് അടിപൊളിയാണ്. പിന്നെ ചിലയിടത്തുള്ള ഒരു ക്രിഞ്ച് ഡയലോഗ് ഡെലിവറി, ഒരു കാര്യങ്ങളും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മാത്രമേ ഒരു രീതിയിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇതുള്ളൂ. കുഴപ്പമില്ല. മൂവി ഓവറോൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവി ആഗ്രഹിക്കുന്നവർക്ക് തീർത്തും ഒരു നിരാശയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പൊ തിയേറ്ററിൽ ഇരുന്നായിട്ടായിരുന്നാലും ഫീൽ ഗുഡ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് തീർത്തും സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. സോ അതുകൊണ്ട് നല്ലൊരു മൂവി തന്നെയാണ്. ആസ് എ ജനറൽ ഓഡിയൻസ് എനിക്ക് നല്ലൊരു ഈ മൂവി ഇഷ്ടപ്പെട്ടു. കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ചുമ്മാ നെഗറ്റീവ് അടിക്കാതെ പോയി കാണാടെ. നീക്ക് എന്ത് ചുമ്മാ ഈ ഫീൽ ഗുഡ് മൂവി ആകുമ്പോ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞു പടം കാണണം. പടം ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോൾ നല്ല ഒരു ഫീലിംഗ് എമോഷൻ കിട്ടാൻ വേണ്ടിയാണ് മൂവി കാണുന്നത്. ചുമ്മാ അതില് നെഗറ്റീവ് ഒക്കെ പറയാൻ പോയി ഇരുന്ന് കാണുക, അതൊക്കെയാണ് അവിടെ മൂവി വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പടം. ഇനി ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ്. നീക്ക് ഇരുന്ന് കാണും, ചുമ്മാ നെഗറ്റീവ് പറയാ പോടെ.
മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം നീയേ മധുപകരൂ നീ